ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ സദ്യയിലെ പ്രധാന പായസമായിട്ടുള്ള പരിപ്പ് പായസത്തിൻ്റെ അല്ലെങ്കിൽ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്നും ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു 1/4 കിലോ വരുന്ന പരിപ്പാണ് നമ്മളിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ചെറുപയർ പരിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ പായസപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. പിന്നെ ഈ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ചെറുപയർ പരിപ്പിന് പകരം കടലപ്പരിപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ കടലപ്പരിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ കടലപ്പരിപ്പ് എടുക്കാം. എന്നിട്ട് സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വേണം പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ ഇനി നമുക്കത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലിനി വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യോ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പ് നമ്മൾ വറുത്തെടുക്കുന്നത് 2 പോർഷനായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് പകുതി പോർഷൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. കൈ എടുക്കാതെ തന്നെ വറുക്കാം. ഈ പരിപ്പ് 2 ഭാഗമായിട്ട് വറുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് നമ്മൾ സാധാരണ വറുക്കുന്ന രീതിയിൽ വറുത്തെടുക്കും. പിന്നെ ബാക്കിയുള്ള പോർഷൻ കുറച്ചും കൂടി കൂടുതലായിട്ട് വറുത്തെടുക്കണം. അതായത് കുറച്ച് ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറോട് കൂടിയിട്ടും കുറച്ച് ഭാഗം കുറച്ചും കൂടി ഡാർക്കായിട്ടും വറുത്തെടുക്കും. അങ്ങനെയാണ് വറുത്തെടുക്കാറ്. അപ്പോൾ നമ്മൾ സദ്യയിലൊക്കെ പായസം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പരിപ്പ് പായസത്തിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടും ഉണ്ടാവും. എന്നാൽ കുറച്ച് പരിപ്പ് നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടും ചെയ്യും. അതായത് മൂപ്പ് കുറച്ചിട്ട് വറുത്തിട്ടുള്ള പരിപ്പ് നന്നായിട്ട് വേവും ചെയ്യും, മൂപ്പ് കൂട്ടിയിട്ടുള്ളത് അധികം വേവാതെ കിടക്കുകയും ചെയ്യും. അതായത് വേവും എന്നാലും നമുക്കത് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപ്പ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള പോർഷനും ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ പരിപ്പിൻ്റെ 2ാമത്തെ ബാച്ചും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇതങ്ങനെയാണ് നമ്മൾ പായസത്തിനുള്ള പരിപ്പ് വറുത്തെടുക്കേണ്ടത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് കുറച്ച് ഭാഗം മൂപ്പ് കൂടിയിട്ടും കുറച്ച് ഭാഗം മൂപ്പ് കുറച്ചിട്ടും വറുത്തെടുത്താൽ മതി. അപ്പം ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പായസത്തിൽ ചേർക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള നാളികേരപ്പാൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 2.5 നാളികേരം പറയുമ്പോൾ 2 നാളികേരും പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി ഭാഗമാണ് ചിരകിയെടുത്തിട്ടുള്ളത്. ഇനി ഈ നാളികേരത്തിൽ നിന്ന് നമ്മൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. അപ്പോൾ 3 നാളികേരപ്പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് 2 കപ്പ് 1-ാം പാലും 3.5 കപ്പ് 2-ാം പാലും അതുപോലെ തന്നെ ഒരു 4.5 മുതൽ 5 കപ്പ് വരെ 3-ാം പാലുമാണ് വേണ്ടത്. അങ്ങനെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് 2.5 നാളികേരത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ 2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. പിന്നെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണിത്. അത് നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് ചിലപ്പോൾ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നാളികേരം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഈ സെയിം നാളികേരത്തിൽ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് 3.5 കപ്പ് 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4.5 മുതൽ 5 കപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും. അതാണ് 3-ാം പാലായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ 3-ാം പാലിലാണ് പായസത്തിനുള്ള പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 1/2 കിലോ വരുന്ന ശർക്കരയാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് പായസത്തിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു അടികട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയാണ് ഏറ്റവും നല്ലത്. പിന്നെ പരിപ്പ് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പരിപ്പ് വേവാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള പരിപ്പ് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ 3-ാം പാൽ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത്, തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. കുറച്ച് സമയമൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ വരും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഫ്ലെയിം അധികം കൂട്ടി വയ്ക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും, പരിപ്പ് അങ്ങനെ വെന്തിട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിൽ തന്നെയാണ് വെന്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പരിപ്പ് നന്നായിട്ട് വേവില്ല. അപ്പോൾ നേരത്തെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര അതിൽ വല്ല മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ശർക്കരയും പരിപ്പും നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ശർക്കരയും പരിപ്പും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് തിളപ്പിക്കാം. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പായസം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇതിങ്ങനെ കുറച്ച് സമയം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും. അതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരാനും തുടങ്ങും. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പായസം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. പക്ഷേ അത് ഒരുപാട് തിക്കായി പോയാലും പായസം കഴിക്കുന്ന സമയത്ത് അത്ര നന്നാവില്ല. പിന്നെ ഇതിനി നന്നായിട്ട് ചൂടാറിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും ചെയ്യും. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നാളികേരത്തിൻ്റെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പായസം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചാൽ പായസം പിരിഞ്ഞു പോവും. ഇനി അവസാനമായിട്ട് നമുക്ക് ഈ പായസത്തിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കപ്പൊടിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടിയോ അല്ലെങ്കിൽ ജീരകപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ പായസം കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഈ പായസത്തിൽ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്ന സമയത്തുള്ള കുറച്ച് നെയ്യ് മാത്രം തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ശർക്കര ചേർത്ത് കൊടുത്തുല്ലോ. അപ്പോൾ ശർക്കരയും പരിപ്പും നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ആ സമയത്ത് നമുക്കിതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ പായസത്തിന് ചെറിയ ചൂടോടുകൂടി കഴിക്കാനും അതുപോലെ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്